ഒരു പ്ലാനിങ് ഇല്ലാത്ത യാത്ര. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലതായിരുന്നു. ഒന്നും ആലോചിക്കാതെ അതത് സമയത്ത് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെയുള്ളൊരു യാത്ര. സ്ഥലം പിന്നെ മുൻപേ മനസ്സിലുണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കോട്. സ്ഥലം കാണുക എന്നതായിരുന്നില്ല യാത്രയുടെ ലക്ഷ്യം. ആ യാത്രയും പുസ്തക വായനയും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. മോഷൻ സിക്നെസ്സും മൈഗ്രെയിനൊക്കെ ഉള്ള എനിക്ക് ആകെ ട്രെയിനിലിരുന്ന് മാത്രമേ പുസ്തകം വായിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതെ, നമ്മുടെ ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. അതുകൊണ്ട് അനാവശ്യ സാധനങ്ങളൊന്നും വാങ്ങി പൈസ ചിലവാക്കരുത് എന്ന് വീട്ടുകാരെ ചട്ടം കെട്ടി ഞാനാ അത് ആദ്യം തെറ്റിച്ചതും. അതും ട്രെയിനിൽ വിൽക്കാൻ വന്നൊരു ഹെഡ്സെറ്റ് വാങ്ങിക്കൊണ്ട്. സാരല്ല, പോട്ടെ. അങ്ങനെ ട്രെയിൻ നമ്മുടെ ഷൊർണൂരെത്തി. ഹോം ടൗൺ ആയതുകൊണ്ടും ട്രെയിൻ കുറച്ചധികം സമയം അവിടെ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ സ്റ്റേഷനിലിറങ്ങി. പഴയ കുറേ കഥകളും ഓർമ്മകളും എല്ലാം പറഞ്ഞ് അങ്ങനെ ഓടിക്കളിച്ച് നടന്നു. മതി അമ്മേ, എനിക്ക് കുറച്ച് നേരം മൊബൈൽ കാണാൻ തരും, ബോറടിക്കുന്നു എന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് ട്രെയിനിൽ കയറിപ്പോയി. കുറേ വാശി പിടിച്ചെങ്കിലും മൊബൈലൊന്നും കൊടുത്തില്ല. പകരം ഓടുന്ന ട്രെയിനിലിരുന്ന് ട്രെയിനിൻ്റെ ചിത്രം തന്നെ വരപ്പിച്ചു. അങ്ങനെ അവളുടെ ബോറടിയും മാറി ഞങ്ങൾ കോഴിക്കോട് എത്തി. ട്രെയിനിൻ്റെ ചൂളം വിളിയേക്കാൾ അസഹ്യമായിരുന്നു ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു ഹോട്ടൽ പാരഗൺ. കുറേ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഫുഡിനെ പറ്റിയും, അതിലേറെ അവിടുത്തെ ഫുഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതിനെ പറ്റിയും. കാത്തിരിപ്പ് ഇത്രത്തോളം നീളുമെന്ന് കരുതിയില്ല. ഒരു 45 മിനിറ്റോളം ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്നു. പേരെല്ലാം ആദ്യം കൊടുത്ത് പേര് വിളിച്ച് ഇരിക്കാൻ വേണ്ടി, സീറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും കാത്തിരിപ്പ് ഒരു 15-20 മിനിറ്റോളം. പക്ഷേ ഈ കാത്തിരിപ്പൊന്നും വെറുതെ ആയില്ല. ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളുടെ അതുവരെയുള്ള ക്ഷീണവും വിഷമവും സങ്കടവും എല്ലാം ഫുഡ് കഴിച്ചതോടുകൂടി മാറി. ഫുഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. മിഠായി തെരുവ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇവളുടെ അതേ പ്രായത്തിൽ ഞാനും വന്നിട്ടുണ്ട് ഇങ്ങോട്ട്, അപ്പച്ചൻ്റെ കൈയും പിടിച്ച്. ഒന്നല്ല 2-3 തവണ. പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. നാളെ ഇവളും വലുതായ ഇതെല്ലാം മറക്കില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. നമ്മുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പൈസ ഇന്ന് വരും നാളെ പോവും എന്നങ്ങോട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങൊക്കെ നടത്തി. പിന്നെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, മുമ്പ് വാങ്ങി വെച്ച റെയിൻകോട്ട് ഇടണം എന്നുള്ളത്. അതും സാധിച്ചു. അത്യാവശ്യത്തിന് മഴയും പെയ്തു. അവിടെ ഞങ്ങളെ കൂടാതെ വേറെ ആരും ഇങ്ങനെ റെയിൻകോട്ട് ഇട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ആഗ്രഹം ആസ് യൂഷ്വൽ ബീച്ച് തന്നെയായിരുന്നു. മഴയും പിന്നെ ഒരു ചെറിയ മടുപ്പും. ആദ്യം വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് ബീച്ചിലോട്ട് തന്നെ പോയി. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കോഴിക്കോട് വന്നിട്ട് ബീച്ച് കാണാതെ പോയാൽ അതൊരു മോശമല്ലേ. അങ്ങനെ മഴയത്ത് കടൽ കാണുന്നത് ആദ്യമായിട്ടാണ്. മനസ്സിൻ്റെ സന്തോഷം കാരണമാവാം ലഗേജ് ഒന്നും വലിയ ഭാരമായി തോന്നിയില്ല. തിരിച്ചു ചെല്ലാനൊരു വീടും കാത്തിരിക്കാൻ ആളുണ്ടെങ്കിൽ ഓരോ യാത്രയും മനോഹരമാവുമെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ. കാത്തിരിക്കാൻ ആളൊന്നുമില്ലെങ്കിലും തിരിച്ചു പോകണമല്ലോ. എന്തൊക്കെ ഡയറ്റ് പറഞ്ഞാലും ഷുഗർ ഡയറ്റ് പറഞ്ഞാലും യാത്ര ചെയ്യുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതും ഈ മഴയത്ത്. ഒന്നും ആലോചിച്ചില്ല, ഊതി ഒരു ചായ കുടിച്ചു. ട്രെയിൻ വരാൻ കുറച്ചധികം സമയമുള്ളതുകൊണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കലും മഴയും പുസ്തക വായനയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ്. ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. തിക്കി തിരക്കി മുകളിൽ എങ്ങനെയോ സീറ്റ് സംഘടിപ്പിച്ചു. വീണ്ടും വായന. കുറച്ച് തിരക്കൊന്ന് ഒഴിഞ്ഞപ്പോൾ നേരെ താഴേക്ക് ചാടി. പുറത്തെ മഴയും ജനലെല്ലാം അടച്ചുള്ള കമ്പാർട്ട്മെൻറ്റിലെ തിക്കും തിരക്കും, ആകപ്പാടൊരു സുഖമില്ലായ്മ, ചെറിയൊരു മടുപ്പ്. സ്റ്റേഷനിലെത്തി. പിന്നെ ഒരു ഓട്ടോ എടുത്ത് നേരെ വീട്ടിലോട്ട്. ഇനി കുറച്ച് ഫോട്ടോസ് ആവാം. ഇത് അവളുടെ ആഗ്രഹം, ഏഞ്ചലിൻ്റെ. AR വ്ളോഗ്സ് എന്ന പേരിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. കൊച്ചുങ്ങളുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കണ്ടേ.